നിങ്ങളൊരു ട്രേഡർ ആയിട്ടും ലിക്വിഡിറ്റി എന്താണെന്ന് അറിയില്ലേ? മാർക്കറ്റിൽ ലിക്വിഡിറ്റി എവിടെയാണെന്ന് അറിയാതെ നിങ്ങൾ ഒരിക്കലും ട്രേഡ് ചെയ്യാൻ പോകരുത്. വീഡിയോ ഫുൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്കറിയാം, ഏതൊരു മാർക്കറ്റ് എടുത്താലും അവിടെ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മാർക്കറ്റിൽ പെൻഡിങ് ആയി കിടക്കുന്ന ബൈ ആൻഡ് സെൽ ഓർഡേഴ്സിനെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഐ റിപ്പീറ്റ്, പെൻഡിങ് ആയി കിടക്കുന്ന ബൈ ആൻഡ് സെൽ ഓർഡേഴ്സ്. എക്സാമ്പിൾ, നിങ്ങളൊരു ബൈ എൻട്രി എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഒരു സെൽ ഓർഡർ ആയിരിക്കില്ലേ? അതേപോലെ നിങ്ങളൊരു സെൽ എൻട്രി എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഒരു ബൈ ഓർഡർ ആയിരിക്കില്ലേ? അപ്പോൾ നിങ്ങളെ പോലെ തന്നെ എല്ലാ റീറ്റെയിൽ ട്രേഡേഴ്സും സ്റ്റോപ്പ് ലോസ് വെക്കാൻ സാധ്യതയുള്ള ഏരിയാസിനെയാണ് ലിക്വിഡിറ്റി പൂൾ എന്നൊക്കെ പറയുന്നത്. അത് മാത്രമല്ല, ബൈ ലിമിറ്റ് ഓർഡേഴ്സ്, സെൽ ലിമിറ്റ് ഓർഡേഴ്സ്, ഇംബാലൻസസ്, അങ്ങനെ മാർക്കറ്റിൽ പെൻഡിങ് ആയി കിടക്കുന്ന എല്ലാ ഓർഡേഴ്സും ലിക്വിഡിറ്റി ആണ്. അതേപോലെ ഓരോ സ്വിംഗ് ഹൈന്റെ മേലെയും ഓരോ സ്വിംഗ് ലോന്റെ താഴെയും ലിക്വിഡിറ്റി ഉണ്ട്. സോ ബിഗ് പ്ലെയേഴ്സിന് ലാർജ് ക്വാണ്ടിറ്റി ഓർഡേഴ്സ് ഫില്ല് ചെയ്യണമെങ്കിൽ നമ്മളെ പോലുള്ള റീറ്റെയിൽ ട്രേഡേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യിപ്പിക്കും. സോ ലിക്വിഡിറ്റി എന്താണെന്ന് അറിയാതെ ട്രേഡ് ചെയ്യാൻ പോയാൽ ബിഗ് പ്ലെയേഴ്സിന്റെ ട്രാപ്പിൽ നിങ്ങളും പെടും. അപ്പൊ ഇതേപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് വേണമെങ്കിൽ ഫോളോ ചെയ്തിട്ട് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തു.